ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ. വീണ്ടും ചില വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ചില വീട്ടുവിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. രാവിലത്തെ കുളിപ്പിന് ശേഷം തനൂട്ടി അങ്ങ് ഉറക്കുക കേട്ടോ. ഇന്നാണെങ്കിൽ പുറത്ത് ചെറുതായിട്ടൊരു വെയിലുണ്ട്. പിന്നെ ആണെങ്കിൽ നാളത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ശരിയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിച്ചോറ് കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് ഒരാഗ്രഹം തോന്നി. നമുക്കിങ്ങനെയല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തലേന്നത്തെ മീൻകറി ചട്ടിയിലേക്ക് ചോറൊക്കെ ഇട്ട് കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പയർ തോരനും ബീട്രൂട്ട് തോരനും പിന്നെ ഒരു ഉണക്കമീനും കൂടെ വെച്ച് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഇളക്കി കഴിക്കാനായിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അതാണ് എൻ്റെ മുഖത്തെ ഈ എക്സ്പ്രഷൻ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരി അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിക്കകത്തോട്ട് എടുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ മിക്സിക്കകത്തോട്ട് അരിയൊക്കെ അരയ്ക്കാനായിട്ടുള്ള ഉഴുന്നും പച്ചരിയും വെള്ളത്തിൽ കുതിർന്നിട്ടിരിക്കുന്ന ഉലുവയും എല്ലാം കൂടെ ചേർത്ത് ഞാൻ അരയ്ക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വിചാരിച്ചത് ഈ മിക്സി അരയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേട്ട് തനുക്കുട്ടി എണീക്കുമെന്നാണ് ഓർത്തത്. പക്ഷേ അവൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ശരിക്കും കുളിപ്പീരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് ഉറങ്ങും. ചില സമയങ്ങളിൽ മാത്രമേ അവൾ അങ്ങനെ നന്നായിട്ട് ഉറങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ മിക്സിയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാവിലെ വെച്ചിരുന്ന കുറച്ച് ചായ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഞാൻ കുടിക്കുകയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ അരി അരയ്ക്കുന്നത്. ഇവിടെ ഒരിടയ്ക്ക് സ്ഥിരം ഇഡ്ഡലിയും അല്ലെങ്കിൽ ദോശയായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. ആദ്യമുള്ളപ്പം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറയുന്നത് ദോശയാണ്. ദോശയുടെ കൂട്ടത്തിൽ ഈ തേൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അങ്ങനെ ദോശമാവൊക്കെ അരച്ചിട്ട് പാത്രത്തിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് മാവ് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കും കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. മഴ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ കൊതുകുണ്ടോ ഗൈസ്? ഈ ഒരു പ്രോസസ്സിങ് ഞാൻ എന്നും ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ വൈകുന്നേരം ഇതൊക്കെ ചെയ്തതിന് ശേഷമേ ഞാൻ കിടക്കാറുള്ളൂ. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം കുന്തിരിക്ക ഇങ്ങനെ കത്തിച്ച് വെക്കും കേട്ടോ. ഈ സാധനത്തിനെ കുന്തിരിക്കുമെന്നാണ് ഞങ്ങളിവിടെ പറയാറ്. അപ്പം അതാകുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് കൊതുകിൻ്റെ കടിക്കൊരു ശമനം. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഒരു ഉഷാറ് കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോഴത്തേക്കിന് തനൂട്ടി എണ്ണീറ്റ് പിന്നെ അവളുമായിട്ട് ഇങ്ങനെ കുറേ നേരം കളിച്ച് പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം പോയി. പിന്നെ ഡിന്നറിന് ഇന്ന് സാമ്പാറും മുതിര ഉപ്പേരിയും ഉണക്കമീൻ വറുത്തതുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.